വാർത്തകളിലേക്ക് വിശദമായി പോകാം. തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞത് ഹൃദയാഘാതത്തെ തുടർന്നെന്ന് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് CV ഷിബു ചേരുന്നു. ഷിബു, പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എന്തൊക്കെയാണ്? പ്രാഥമികമായുള്ള വിവരം ലഭിച്ചതനുസരിച്ച് ഇപ്പോൾ ഹൃദയാഘാതത്തെ തുടർന്നാണ് തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞത് എന്നാണ് ഫോറസ്റ്റ് വെറ്റിനറി സർജനായിട്ടുള്ള ഡോക്ടർ അജേഷ് മോഹൻദാസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ ആനയുടെ ഒരു ഇടതു തുടയിൽ വലിയൊരു മുഴയുണ്ടായിരുന്നു. ഈ മുഴയ്ക്ക് 42 സെന്റിമീറ്ററോളം വ്യാസമുണ്ടായിരുന്നുവെന്നും ഈ 42 സെന്റിമീറ്റർ വ്യാസമുള്ള ഈ മുഴയ്ക്ക് ഈ ഉള്ളിൽ പഴുപ്പ് രൂപപ്പെട്ടിരുന്നുവെങ്കിലും ഏകദേശം 1 ലിറ്ററോളം പഴുപ്പാണ് ഈ മുഴയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ അജേഷ് മോഹൻദാസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഇത് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തണ്ണീർക്കൊമ്പന്റെ ലിംഗത്തിന് മുറിവുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ പരിക്കുകൾ ഉണ്ടായിരുന്നതായും ഇത് ഈ പഴുപ്പ് മറ്റു ഭാഗങ്ങളിലേക്ക് ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിരുന്നതായുമാണ്. അതുകൊണ്ടാണ് ഇത് തീറ്റയെടുക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ വിഷമം അനുഭവപ്പെട്ടതെന്നുമാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വിദഗ്ധ പരിശോധന ഈ സാമ്പിളുകൾ പരിശോധിച്ച ശേഷം മാത്രമേ വിദഗ്ധ പരിശോധന നടത്തിയ ശേഷം മാത്രമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാകൂ എന്നും പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് ഇതാണ് മനസ്സിലാകുന്നതെന്നുമാണ് ഡോക്ടർ അജേഷ് മോഹൻദാസ് ഇപ്പോൾ പറഞ്ഞത്. കർണാടകയുടെയും കേരളത്തിന്റെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് വെറ്റിനറി സർജന്മാരും പോസ്റ്റ്മോർട്ടം നടപടികൾക്കുണ്ടായിരുന്നതായും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ നോർത്ത് വയനാട് DFO മാർട്ടിൻ ലോവലും ഇതേ കാര്യം തന്നെയാണ് മാധ്യമപ്രവർത്തകരുമായി പങ്കുവച്ചിട്ടുള്ളത്. ഇതിൽ നിന്നെല്ലാം അനുമാനിക്കുന്നത് ഹൃദയാഘാതം മൂലമാണ് തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞതെന്നാണ്. ഇവിടെ നിന്ന് കൊണ്ടുപോയതിനു ശേഷം അവിടെ ഇറക്കുന്നതിനിടെയാണ് ഹൃദയാഘാതം സംഭവിച്ചതെന്നുമാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ഷിബു, ഇക്കാര്യത്തിലെ കർണാടക വനംവകുപ്പും കേരള വനംവകുപ്പും തമ്മിലുള്ള ഒരു ഏകോപനത്തിൽ എന്തെങ്കിലും പാളിച്ച ഉണ്ടായതായി കരുതുന്നുണ്ടോ? എങ്ങനെയാണ് ഈ രണ്ട് വകുപ്പുകൾ തമ്മിലുള്ള നടപടികൾ ഇക്കാര്യത്തിൽ നടന്നത്? അതായത് ചില പാളിച്ചകൾ ഉണ്ടായതായി പുറത്തുനിന്നുള്ള ഇതിന്റെ നിരീക്ഷകർ പറയുന്നുണ്ട്. പക്ഷേ ഉദ്യോഗസ്ഥർ ഇത് സമ്മതിച്ചിട്ടില്ല. ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നത് സംയുക്ത ഓപ്പറേഷൻ തന്നെയായിരുന്നു നടന്നതെന്നാണ്. പുറത്തുനിന്നുള്ള നിരീക്ഷകർ പറയുന്ന കാര്യം കർണാടകയിൽ നിന്നുള്ള ഉന്നത വനപാലകർ ഇന്നലെ കേരളത്തിൽ എത്തിയിരുന്നില്ല എന്നും ആനയെ കൊണ്ടുപോയതിലും ആനയെ റിസീവ് ചെയ്തതിലും ഒക്കെ യഥാർത്ഥ നടപടിക്രമങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെ പുറത്തുനിന്നുള്ള വിമർശകർ പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ച് വലിയ വിവാദത്തിലേക്കാണ് വഴിത്തിരിഞ്ഞിട്ടുള്ളത്. ഇന്ന് വിവിധ സംഘടനകൾ, അതായത് കർണാടകത്തിലെയും കേരളത്തിലെയും വിവിധ പരിസ്ഥിതി സംഘടനകൾ ഇത് സംബന്ധിച്ച പരാതിയുമായി രാവിലെ തന്നെ രംഗത്ത് വരികയും പലരും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് പരാതി ഓൺലൈനായി അയക്കുകയും ചെയ്തിരുന്നു. ചിലർ പ്രധാനമന്ത്രിക്ക് പോലും പരാതികൾ അയച്ചിട്ടുണ്ട്. ഇതിൽ മേൽ ഉള്ള നടപടിയുടെ ഭാഗമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഒരു കേന്ദ്രതല അന്വേഷണത്തിന് ഉത്തരവിടാൻ ഒരു സാധ്യതയുള്ളതായും അറിയുന്നുണ്ട്. കാരണം അത്രയ്ക്കും ഉന്നത തലത്തിലുള്ള ഇടപെടലുകൾ ഈ പരാതികൾ ഉന്നയിച്ചവരിൽ ഉണ്ട്. കാരണം ഈ വന്യജീവി സംരക്ഷണ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരും കർണാടകയിലൊക്കെ പ്രത്യേകിച്ച് പ്രവർത്തിക്കുന്ന വന്യജീവി ഉപദേശക സമിതി അംഗമായിട്ടുള്ള ജോർജ് കൂവറിന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള സംഘമൊക്കെ പരാതികൾ അയച്ചതിൽപ്പെടുന്നു. വയനാട്ടിൽ നിന്ന് പരാതി അയച്ചിട്ടുള്ളത് വുമൺ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രവർത്തകയായിട്ടുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബിന്ദു മിൽട്ടനാണ്. ഇങ്ങനെ നിരവധി സംഘടനകളും പരാതി അയച്ചിട്ടുണ്ട്. പുറത്തുനിന്നുള്ള നിരീക്ഷണം മുഴുവൻ ഇതിൽ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഇത് മുഖവിലേക്ക് എടുക്കുന്നില്ല. അവർ പ്രാഥമികമായ പരിശോധന നടത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക നിഗമനം എന്ന രീതിയിൽ ഹൃദയാഘാതമാണ് ആനയുടെ മരണകാരണം എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും കർണാടകത്തിലെ ജനങ്ങളെയും വയനാട്ടിലെ ആനപ്രേമികളുടെയും ഒക്കെ മനസ്സിൽ വലിയൊരു ദുഃഖമായാണ് ഈ തണ്ണീർക്കൊമ്പന്റെ മരണം ഉണ്ടായിട്ടുള്ളത്. എന്താണ് ഈ മരണകാരണമെന്ന് എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടത്തെ തുടർന്ന് വന്നിട്ടുള്ളത്. ശരി ഷിബു, പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹൃദയാഘാതമാണ് തണ്ണീർക്കൊമ്പൻ ചെരിയാൻ കാരണമെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. വിവരങ്ങളാണ് വയനാട്ടിൽ നിന്ന് CV ഷിബു നൽകിയത്.